വടക്കൻ ഗസ തെക്കൻ ഗസ രണ്ടും പോയി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന്. ഖാൻ യൂനിസ് പിടിച്ചടക്കാൻ ഇസ്രായേൽ ശ്രമിച്ച ശ്രമങ്ങൾ വിഫലമായി. ഇപ്പോൾ റഫയാണ് ഇസ്രായേലിൻ്റെ കേന്ദ്രം. റഫ പിടിച്ചെടുക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ജോലി. 3 ലക്ഷം പേർ റഫയിൽ ഇപ്പോഴുണ്ട്. മുമ്പ് 18 ലക്ഷം പേർ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടി കുറേ പേർ കുടിയൊഴിഞ്ഞു പോയി. 3 ലക്ഷം പേർ ഇപ്പോൾ റഫയിൽ കെട്ടിക്കിടപ്പുണ്ട്. അവിടെ അവരെ സംരക്ഷിക്കാൻ ഹമാസ് പോരാളികളുണ്ട്. റഫ തിരിച്ചു പിടിച്ച് ഗസയോടൊപ്പം ചേർത്തുകൊണ്ട് മുന്നേറാൻ ഹമാസ് പോരാളികൾ ശ്രമിക്കുന്നു. ആ പോരാട്ടം വളരെ ശക്തമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് മുമ്പിൽ ഇസ്രായേലിന് എന്തു ചെയ്യാൻ സാധിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ പറഞ്ഞു. പിടിച്ചെടുത്തില്ല എന്ന് ഹമാസ് പറഞ്ഞു. പിടിച്ചെടുത്തില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി. തെക്കൻ ഗസ പിടിച്ചെടുത്തുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. പിടിച്ചെടുത്തില്ല എന്ന് ഹമാസ് പറഞ്ഞു. തെക്കൻ ഗസ ഇസ്രായേൽ പിടിച്ചെടുത്തില്ല എന്നത് പിന്നീട് വ്യക്തമായി. ഇപ്പോൾ റഫയാണ് ഇസ്രായേലിൻ്റെ കേന്ദ്രം. വടക്കൻ ഗസയിലെയും തെക്കൻ ഗസയിലെയും സൈനികരെ റഫയിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. റഫയിൽ ഇസ്രായേലിൻ്റെ കൊടി ഉയർത്തുക, ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏക ലക്ഷ്യം. എത്ര തോറ്റാലും ഒരിടത്ത് തങ്ങളുണ്ടല്ലോ എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി പിന്തിരിയാം. ഇതുമാത്രമേ ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിന് ചെയ്യാനുള്ളൂ. അതേസമയം റഫ തിരിച്ചു പിടിക്കാൻ ഹമാസ് പോർമുഖം തുറന്നു. റഫയിലേക്കുള്ള ഇസ്രായേൽ ഭടന്മാരെ തടയാൻ, അവരെ ഗറില്ല ആക്രമണത്തിലൂടെ തകർക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു ഹമാസ്. റഫ ചുരുക്കത്തിൽ ഇസ്രായേലിനെ പിടിച്ചെടുക്കുക എന്നുള്ളത് വലിയ പാടായി മാറും. തെക്കൻ ഗാസയും വടക്കൻ ഗാസയും പോയി, ഖാൻ യൂനിസും പോയി. ഇനിയുള്ളത് റഫയാണ്. റഫ അതിർത്തി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. റഫ അതിർത്തി ഒരുപാട് സങ്കീർണമായ അതിർത്തിയാണ്. ഈജിപ്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന അതിർത്തിയാണ്. ആ അതിർത്തിയിലേക്കാണ് ഇസ്രായേൽ സൈന്യം കടന്നിരിക്കുന്നത്. തെക്കൻ ഗാസയും വടക്കൻ ഗാസയും ഇസ്രായേൽ വിട്ടിരിക്കുന്നു. ഇനി അവർക്കൊന്നും ചെയ്യാനില്ല അവിടെ. ഇനി അവർക്ക് ഒരു ചുക്കും ചെയ്യാനില്ല അവിടെ ഹമാസ് ഇപ്പോൾ പെട്രോളിംഗ് നടത്തുകയാണ്. ഇസ്രായേലി ഭടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലും ഓൺ ദി സ്പോട്ടിൽ. ഇതാണ് ഹമാസ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ചെയ്യുന്നത്. വടക്കൻ ഗസയും തെക്കൻ ഗസയും ഹമാസ് കീഴടക്കിയിരിക്കുന്നു. ഇനി റഫ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം. അതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ലക്ഷ്യം റഫയെങ്കിലും പിടിച്ചെടുക്കുക എന്നതാണ്. യുദ്ധത്തിന് മുഖം തേച്ച് മിനുക്കണ്ടേ. ആ മുഖം തേച്ച് മിനുക്കാൻ വേണ്ടി റഫയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. പക്ഷേ അവിടെയും പാടാണ്. അവിടെയും ഹമാസ് പ്രതിരോധിക്കുന്നു. റഫയിൽ നിന്നും ഇസ്രായേൽ സൈനികരെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ്. വലിയ പാടാണ് ഇസ്രായേലിന് ഈ യുദ്ധം ജയിക്കാൻ.